അയ്യയ്യയ്യയ്യേ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് ആളെ കളിയാക്കുന്നേ. അസഹനീയ മേക്കിംഗ് ആയിപ്പോയി. പേട്രിയറ്റ് ലെജൻഡ് ഹാങ് ഔട്ട് എന്ന ചാറ്റ് ഷോ പ്രൊമോഷൻ പരിപാടിയായി ഇറക്കി വിട്ടതാണ്. നമുക്ക് പിന്നെ വലിയ സ്റ്റേഡിയത്തിൽ ഓഡിയോ ലോഞ്ചും സ്പീച്ചും വെക്കുന്ന പതിവ് വളരെ കുറവാണല്ലോ. പിന്നെ ഇതൊരു പുതിയ പ്രൊമോഷൻ പരിപാടിയാണല്ലോ, എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ എന്ന് കരുതി കണ്ടപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ. ഐഡിയ നല്ലതായിരുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലും ഭേദം നീലക്കുയിലും പച്ചക്കുയിലും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിക്കുന്നതും IAS എക്സാമിൻ്റെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്, എൻ്റെ മോൻ്റെ IAS പോയി എന്ന് പറഞ്ഞ് ഡാഡി കരഞ്ഞു എന്നും പറഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞു മെഴുകുന്നതും ചളി വാരി വിതറുന്നതുമൊക്കെ ആയിരുന്നു ഭേദമെന്ന് തോന്നിപ്പോയി. 56 മിനിറ്റുള്ള ഒരു എപ്പിസോഡിൽ 20 മിനിറ്റ് കാര്യത്തിലേക്ക് കിടക്കാതെ റോള് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് ചാക്കോച്ചനും ഫഗതും തമ്മിലുള്ള ഒരു നാടകം, പിന്നെ പ്രകാശ് വർമ്മ മോഹൻലാൽ മമ്മൂട്ടി വക നാടകം, മഹേഷ് നാരായണൻ സുഷീം ശ്യാം വക വേറെ. അത്യാവശ്യം നന്നായിട്ട് വെറുപ്പിച്ചിട്ട് 30-ാം മിനിറ്റിൽ ചാറ്റ് ഷോ ആകും. അവിടെയും ചോദിക്കാനും കേൾക്കാനോ ഒന്നും ആർക്കും മൈൻഡില്ല. ഇടയിൽ കയറി പറയലും പറഞ്ഞു മെഴുകലും പറയാൻ അനുവദിക്കാത്തതുമൊക്കെയായി തട്ടിക്കൂട്ട് പരിപാടി. മലയാളത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്ന തള്ളു വേറെ. പടത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ അടുത്തയാൾ വേറെ പറഞ്ഞ് മെയിൻ കളിക്കാൻ നോക്കുന്നു. മെയിൻ കളി കൂടി എന്നാൽ ഇയാൾ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എന്ന മൈൻഡിൽ നിർത്തിയിരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. അതെ, ഇതൊക്കെ മലയാളത്തിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ സിനിമ നല്ലതാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സമയമുണ്ടെങ്കിൽ ഈ തട്ടിക്കൂട്ട് കളിയൊന്ന് കാണാവുന്നതാണ്.